ഇപ്പോൾ നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആകെ ഡിഫറൻസ് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ട്രാൻസ്മിഷനിൽ മാത്രമാണ്. എഞ്ചിൻ്റെ ട്രാൻസ്മിഷനിൽ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ നോർമലി നമ്മുടെ ഇവിടെ എന്തായിരിക്കും ഒരു ക്ലച്ച് ലിവറും കൂടി ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് എന്തില്ല, ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് ആ ഒരു ക്ലച്ച് ലിവറിന് പകരം നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഒരു ഫുഡ് റെസ്റ്റ് മാത്രമായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ടാവും, നോർമലി നമ്മുടെ മാനുവൽ ഗിയറിൽ പോലെ തന്നെ എന്താണ് പറയുക, നമ്മുടെ ബ്രേക്ക് ഉണ്ടാവും, ആക്സിലേറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കിവിടെ ഗിയറിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഗിയർ ലിവറിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് ഇത്തിരി ഹൈ എൻഡ് ട്രാൻസ്മിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കും കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ AMT ട്രാൻസ്മിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ സ്പീഡിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഡ്രൈവിലോട്ട് ഇട്ട് അത് തന്നെ വണ്ടി കുറച്ച് ഇത് മൂവ് ചെയ്ത് പോകും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി മൂവ് ചെയ്യും. അങ്ങനെയായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വരാം. റിവേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റിവേഴ്സ് ഇടാം, ന്യൂട്രൽ ഇടാം, പാർക്ക് ചെയ്യാം. നമ്മൾ നോർമലി നമുക്ക് മാനുവൽ പാർക്കിംഗ് കണ്ടീഷൻ വെച്ചിട്ട്